കാണുന്നില്ല. നല്ല സ്ഥല. ഇതിലേക്കൂടെ പോകണ്ടേ? ഇതിലേക്കൂടെ പോണോ ഇപ്പുറത്തേക്കൂടെ പോണോ? ഇപ്പറ കായൽ. പക്ഷെ ഇപ്പറ കുറച്ചുകൂടെ വീതി ഉണ്ടായിരുന്നു. ചവിട്ടി പോകാൻ പറ്റുമോ? അതിലേക്കൂടെ ചവിട്ടി പോകാൻ പറ്റി. പക്ഷെ ഇപ്പറല്ലേ കുറച്ചുകൂടെ വീതി ഉള്ളത്. ഇതാവുമ്പോ പിടിച്ച് പിടിച്ച് പോകാം. നിന്റെ കാലേ ചെറുതാ, ഇതിക്കടെ സുഖമായിട്ട് നടക്കാം. നമ്മുടെ കല പോലെ അല്ല. നിക്കണേ ഇതിങ്ങനെ ഇവിടെ കട്ടിങ്ങാ. കണ്ടാ അതാണ് അപ്പുറത്തേക്ക് നടക്കാന്ന് പറഞ്ഞത്. ഇനി നമുക്ക് അപ്പുറത്തേക്ക് നടക്കാൻ പറ്റും. ആരും നടക്കാത്ത കാര്യം വെച്ചി ചാടും കൊടുത്തേ. ഇതിങ്ങനെ ആട് ഇതിങ്ങനെ നടക്കുക. അതിക്കടെ പോരാ പൊട്ടാൻ പോരത്തിട്ട് വന്നാ എനിക്ക് തീരുമാനാവും. എന്നെ വിളിക്കെടുത്തിട്ടോ ഒന്നാമത് അഡ്വഞ്ചറസ്. പതിഞ്ഞ ചെളിയാടാ അത്. അതിൽ കൂടെ നടക്കാൻ പറ്റുന്ന എനിക്ക് തോന്നണില്ല. അതല്ല ആക്ച്വലുള്ള വഴി. വഴി ഇതല്ലോ, ഇതാണ് വഴി. ചിൽക്കടക്കരുത്. അത് ഇത് നല്ല വെള്ളം തോന്നണടാ. അതേടാ ഇത് നല്ല വെള്ളം. അത് നോക്കിയേ തെളിഞ്ഞ വെള്ളം അത് അല്ലേ? തെളിഞ്ഞ വെള്ളമേ നോക്കി പോയില്ലെങ്കിൽ എന്തോന്ന് ചെളിയില് വീഴാനാ? ഇത് മൊത്തം തെളിയാ. നമ്മളങ്ങനെ നടന്ന് വരുമ്പോഴാട്ടോ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു വലിയ ഒരാളുടെ കാലിങ്ങനെ കുഴിഞ്ഞ് ചെളിക്കുണ്ടിലൊക്കെ വീണേക്കണ പോലത്തെ ഒരു കുഴി പോലെ ഇരിക്കണം. കാര്യം അത്രയും മഴ പെയ്തായിരുന്നു അങ്ങോട്ട്. കാര്യം സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. എങ്കിൽ പോലും ഈ മഴവെള്ളം കാരണം മൊത്തം കെട്ടിക്കിടന്ന് ആകെ ഇതായേക്കുവാണ്. പിന്നെ കുറേ താറാവുകളെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. ഇങ്ങനെ ഈ പരന്ന വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു താറാവുകൾ. കാര്യം അവിടെ ഈ ഫുഡൊക്കെ ഇട്ട് കൊടുക്കണതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. പക്ഷെ എന്നാലും നല്ല രസമായിരുന്നു താറാവുകളെ കാണാനായിട്ട്. ഇഷ്ടം പോലെ വെള്ളമല്ലേ, അപ്പം എന്തായാലും നല്ല രസമായിട്ട് അതുങ്ങളിങ്ങനെ കളിച്ചിടക്കുന്നുണ്ടായിരുന്നു. ഇതാണ് മറ്റേ അട്ട. അവിടെ അട്ടശല്യവും ഉണ്ട്. അപ്പം അത് കാരണം ഞങ്ങൾ പിന്നെ അധികം പോയില്ല. നമ്മളിവിടുന്ന് തിരിച്ച് മടങ്ങുകയാണ്. ബിക്കോസ് ഇവിടെ മൊത്തം വെള്ളം. നമുക്ക് അത് മാത്രമല്ല, മെയിൻ കാര്യം അവിടെ മൊത്തം അട്ടയുണ്ട്. മറ്റേ എന്ത് പോത്തട്ടയോ അങ്ങനെ എന്തൊരു അട്ട. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് ടു റിസ്കി. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ നിന്ന് പോകാം. അതായിരിക്കും നല്ലത്.